STUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന യു പോക്കറാണ് എനിക്കൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നല്ലളം വാർഡിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ലീഗ് നേതൃത്വം തള്ളിയോടുകൂടിയാണ് അദ്ദേഹം ലീഗ് വിട്ട് ഇപ്പോൾ CPMൻ്റെ ഭാഗമായുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലീഗ് നേതൃത്വം തന്നെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, തങ്ങളെ അവഹേളിച്ച് തന്നെ പുറത്താക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്? അല്ല, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലുള്ള ഒരു അനുഭവമാണ് അതിനുള്ളത്. ഈ പാർട്ടിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ ഞാൻ തള്ളിപ്പറയില്ല. പക്ഷേ അതിനകത്ത് കുറേ താപ്പാനകളും അതേപോലെ തന്നെ മതയാനകളുമുണ്ട്. ഈ താപ്പാനകൾ തളയ്ക്കാൻ നല്ല പാപ്പാനില്ല, ഈ മതയാനയെ തളയ്ക്കാൻ കുങ്കിയാനകളുമില്ല എന്നതാണ് ഇന്ന് ആ പാർട്ടിയുടെ ഒരവസ്ഥ. അത് തന്നെയാണ് ഇവരിങ്ങനെ മേഞ്ഞ് നടന്നിട്ട് ഒരു പാർട്ടി സംവിധാനമോ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളോ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെടുത്തിയൊക്കെ സംസ്ഥാന തലത്തിൽ നേരത്തെ തന്നെ പാർലമെൻ്ററി ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർലമെൻ്ററി ബോർഡിനെ പോലും അതിൻ്റെ ഘടനയെ അട്ടിമറിച്ച് തന്നിഷ്ടപ്രകാരം ഇവിടെ മാത്രമല്ല, ഇവിടെ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ചുള്ള ഒരു ഇടപെടലും ഞാൻ നടത്തിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് സന്നദ്ധനുമായിരുന്നില്ല. മാത്രമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നാൽ അത് ഇവിടുത്തെ ഒരു പൊതു സ്വീകാര്യം കഴിഞ്ഞ നിരവധി തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും അവർ പരാജയപ്പെടുകയും പിന്നീട് അവർ ജയിക്കുന്ന ആളുകൾ പാർട്ടി വിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. ഡയറക്റ്റായി ചോദിച്ചാൽ താങ്കളുടെ പേര് വെട്ടിയത് MC മായിൻ ഹാജിയാണോ? അതാണ് ശരി. എന്താണ് ആ ഒരു വിരോധത്തിനുള്ള കാരണം? അതിൽ വിരോധം എന്ന് പറയാനൊക്കില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇവിടെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ അനുഭവമല്ല. ഈ കാര്യം നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ അദ്ദേഹത്തിൻ്റെ ചെയ്തി കാരണം ഇവിടെ പാർട്ടി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ താങ്കളുടെ ക്ലെയിം പരിശോധിക്കാമെന്നും ചർച്ച ചെയ്യാമെന്നും തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഏകപക്ഷീയമായി MC മായിൻ ഹാജിയും സംസ്ഥാന ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും കൂടി ചേർന്ന് താങ്കളുടെ പേര് വെട്ടി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. കൃത്യമാണത്. അതാണ് ശരി. അതിൽ നേരത്തെയുള്ള പാർലമെൻ്ററി ബോർഡിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും എൻ്റെ പേരിൽ പരിഗണിക്കണമെന്നും അവിടെ ജയസാധ്യത ആണെന്നും അവർ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്തതിന് ശേഷമാണ് ആ നിഗമനത്തിലെത്തിയത്. ഷാഫി ചാരിയം അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം ഇത്ര തീരുമാനം വന്നപ്പോൾ ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 100% ശരിയാണ്. ഇക്കാര്യത്തിൽ അവർ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായ നടപടിയിലേക്ക് ഇവർ നീങ്ങിയപ്പം അദ്ദേഹം നിവൃത്തിയില്ലാതെ ഇറങ്ങിപ്പോയി എന്നത് ശരിയാണ്. ഇതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ അബ്ദുൾ റബ്ബ് അടക്കമുള്ള നേതാക്കൾ താങ്കളെ വിളിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ അനുനയ നീക്കം എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഒരു അനുനയ നീക്കം ഇപ്പോൾ നടന്നിട്ടില്ല. ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എൻ്റെ രാജ്യവുമായി നേരത്തെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ സ്വയമേ എടുത്തൊരു തീരുമാനമാണ്. അതിലിവിടുത്തെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ഇടപെടലോ ഉണ്ടായിരുന്നില്ല. ഞാനത് തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രീയമായൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പൊതുവായ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും എല്ലാം പരിഗണിച്ചാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത്. അല്ലാതെ പാർട്ടിയിൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അവഗണനയോ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ താങ്കളോട് തികഞ്ഞ അവഗണനയാണോ ഈ പാർട്ടിയുടെ ഭാഗത്തുണ്ടായത്? ഈ വിഷയത്തിൽ നേതൃത്വം സന്ദർഭോചിതമായി ഇടപെട്ടില്ല എന്നൊരു ദുഃഖം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം എല്ലാവരുടെ ശ്രദ്ധയിലും ഈ വിഷയമുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നതാണ്. എന്നാൽ അത് ഒന്ന് അനുനയിപ്പിക്കാനോ ഈ കാര്യത്തിൽ ഇവിടെ ധാരാളം പ്രവർത്തകന്മാർ രാജിവെച്ചു, പലരും അസംതൃപ്തരായി ഇപ്പോഴും മാറി നിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും അവരോട് നീതി കാണിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്താത്ത ഒരു പാർട്ടി സംവിധാനം ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അതിനോടൊപ്പം ആർക്ക് നിൽക്കാൻ കഴിയും? ആര് ഈ പ്രതീക്ഷ അർപ്പിച്ച് ഈ പാർട്ടിയിൽ നിൽക്കും? ഇവിടെ മാത്രമല്ല, ഇന്നലെ മുതൽ നിരവധി മേഖലകളിൽ നിന്ന് നിരവധി പാർട്ടി പ്രവർത്തകന്മാരും ബന്ധപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഈ അസംതൃപ്തിയുടെ ഭാഗമായി പാർട്ടി വിടാനൊരുങ്ങുകയാണ്. അപ്പോൾ അത് തടയിടാനെങ്കിലും ഒരു പാർട്ടി നേതൃത്വത്തിന് കഴിയേണ്ടതല്ലേ എന്നതാണ് എൻ്റെ പ്രസക്തമായ ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു താപ്പാന കുങ്കിയാന എന്നടക്കമുള്ള പരാമർശങ്ങൾ താങ്കൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതൃത്വമുള്ള ഒരു പാർട്ടിയിലാണ് ഇത്തരത്തിൽ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ തീരുമാനം വരുന്നത്. യെസ്, തീർച്ചയായും അവരൊക്കെ നിഷ്പ്രഭമാക്കുകയാണ്. അതിൻ്റെ അദൃശ്യ ശക്തി എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ആർക്കുമില്ല. ഇത് പലപ്പോഴായി സംഭവിക്കുന്നതാണ്. അവരൊക്കെ മഹാന്മാരായ നേതാക്കളാണ്. അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടോ
അല്ലെങ്കിൽ അവരെ മറികടന്നുകൊണ്ടോ ഒക്കെയുള്ള ഒരു തീരുമാനമെടുക്കാവുന്ന ഒരു സംവിധാനത്തെപ്പറ്റി അവരെ പോലും ദുർബലമാക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് സമീപകാലത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുണ്ട്? പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഇല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴും അത് ഇല്ല. മാത്രവുമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനമാനത്തിൻ്റെ ഉപാധിയുടെ നിലവിലുള്ള സ്ഥാനമാനങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് ചെല്ലുന്നത്. അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രത്യേക ഉപാധിയോ അങ്ങനെ യാതൊരു കണ്ടീഷനും ഇല്ല. അൺകണ്ടീഷണബിളായിട്ടാണ്. ഷാഫി ചാലിയം അടക്കമുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും അറിയാം? അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, അങ്ങനെ രാജീവ് സംബന്ധമായിട്ടുള്ള ഒരു വിവരവും എനിക്കറിയില്ല. അദ്ദേഹം അസംതൃപ്തനാണ്. യെസ്. ഏതായാലും പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ലളം സീറ്റുമായി ബന്ധപ്പെട്ട വാർഡിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രധാന വിഷയമായി ഉയർന്നു വരുന്നത്. അവിടെയാണ് യു പോക്കറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരികയും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഏകപക്ഷീയമായ ഒരു നിലപാടാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് യു പോക്കർ മുസ്ലിം ലീഗിൻ്റെ എല്ലാ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് LDF-നോട് സഹകരിക്കാൻ, പ്രത്യേകിച്ച് CPM-നോട് സഹകരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിലെ പ്രമുഖരായ പല നേതാക്കളും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു അല്ലെങ്കിൽ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്.